ചായ കുടിക്ക്. അവള് വിളിച്ചോ മോളെ? രാവിലെ 3-4 തവണ ഞാനും അവളെ വിളിച്ചു നോക്കി, എടുക്കണ്ടേ? ഇന്റർവ്യൂ കാർഡ് വന്നെന്ന് കേട്ടിട്ടും അവൾക്കൊരു സന്തോഷമില്ലാത്ത പോലെ. എവിടേക്കാ പോയത്, എന്ത് ജോലിയായെന്നൊന്നും നമുക്കറിയില്ല. ആകെയുള്ളതൊരു ഫോൺ നമ്പർ മാത്രം. എന്തുറപ്പിൽ നമ്മളിവിടെ കഴിയും? നീ ആ ഹിമ ഡോക്ടർ ഒന്ന് വിളിക്കും മോളെ. അച്ചേച്ചിയാ. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. നീ എടുക്കും മോളെ. ചേച്ചി. മോളെ, നീ വിളിച്ചിരുന്നുല്ലേ? രാവിലെ എന്ത് തിരക്കാ ചേച്ചിക്ക്? 3-4 തവണ ഞങ്ങൾ വിളിച്ചു. രാവിലെ ഇവിടെ കുറച്ച് ജോലികളുണ്ടായിരുന്നു. ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനിട്ടു, അതിന്റെ തിരക്കിലായിപ്പോയി. ഓഫീസിലേക്കുള്ള യാത്രക്കിടയിൽ വിളിക്കാമെന്ന് വെച്ചു. എന്താ മോളെ അവള് പറയുന്നത്? ചേച്ചി ഡ്രസ്സ് കഴുകിയിടായിരുന്നു. ഇന്നലെ ചേച്ചി ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു. ഇന്റർവ്യൂവിന് ലെറ്റർ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷവും കണ്ടില്ല. അത് പിന്നെ എനിക്ക് സന്തോഷം ഇല്ലാണ്ടിരിക്കോ? ഞാൻ കാത്തിരുന്ന ജോലിയല്ലേ മോളെ. 16 ഇന്റർവ്യൂ. ചേച്ചി എന്ന് വരും? ഞാൻ 14 തീയതി വരും. ഞങ്ങൾക്ക് കാണാൻ കൊതിയായി. ഒരാഴ്ച ലീവ് എടുത്ത് വാ ചേച്ചി. അത് നടക്കില്ല മോളെ. ഏറിയാൽ 3 ദിവസം, അതിനപ്പുറം ഒന്നും ലീവ് കിട്ടില്ല. ഇനിയിപ്പോ കുറച്ചു ദിവസം മാത്രല്ലേ ഉള്ളൂ. പിന്നെ ചേച്ചിക്ക് ഇറങ്ങാൻ സമയമായി. ഞാൻ എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണേ. പറയാം ചേച്ചി. അച്ചുവേച്ചി എന്ന് വരും? 14-ന്. 3 ദിവസം ലീവ് കിട്ടുന്നാ പറഞ്ഞത്. അവള് വരുന്ന വിവരം പുറത്താരും അറിയാതിരുന്നാ മതിയായിരുന്നു. അതിന് വീട്ടിൽ വന്നിരിക്കാനല്ലോ അവള് വരുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇനി ആരും നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. നിനക്കെന്താടി ഒരു വിഷമം? മോളെ നിരഞ്ജനെ, നിരഞ്ജനെ, ഞാൻ ഇറങ്ങാം. ശരി അച്ഛാ. അച്ഛാ പോട്ടടാ. മോന് അച്ഛച്ചന്റെ കയ്യിൽ വന്നാ കൊള്ളാന്നുണ്ട്. അച്ഛൻ എടുക്കുവാൻ നീ കരുതണ്ടടാ. എന്താ എന്താ ഞാൻ എന്താ കൊച്ചുമോനെ എടുത്താല് അവനെങ്കിൽ ഇതാലിസ. എടാ, നിനക്ക് അച്ചാച്ചനെ അറിയില്ലടാ. എന്റെ കയ്യിലിരുന്ന കരയും. ആരീസെന്നെ എടുക്ക. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. സാറിന്റെ മോന്റെ കുഞ്ഞിനെ എടുക്കുന്നതില് ഇത്ര അത്ഭുതപ്പെടാൻ എന്താ? അത് പിന്നെ അച്ഛൻ ഇതൊന്നും ശീലമില്ലാത്തോണ്ടാ. ഇവൻ കുറച്ചുകൂടി വളരട്ടെ, അച്ഛച്ചന്റെ മടി കയറിയിരിക്കും. മാഡത്തിന് അത് കാണാം. അത് കാണാൻ ആലീസമ്മ ഉണ്ടാവില്ല അല്ലട ചക്കരെ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. മോന്റെ ചോറൂണ് നമുക്ക് ഉടനെ തന്നെ നടത്തണം. സുധി വരുമെന്നാ പറഞ്ഞത്. അമ്മയോടും അത് പറഞ്ഞായിരുന്നു. ഉടനെ അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 വർഷം കഴിയാതെ അവൻ വരില്ല. അതുവരെ അന്നം തൊടാതെ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കാനും പറ്റില്ല. ഞാൻ ഏതായാലും സുധിയോട് പറയാം. അവൻ വരുന്നെങ്കിൽ വരട്ടെ. എന്തായാലും ഞാനൊരു നല്ല സമയം നോക്കാൻ പോവുക. ഇനി അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ആലീസിനുടനെ ജോലി കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതെ സർ. എന്തായാലും മോന്റെ ചോറൂടിന് പങ്കെടുക്കാൻ ആലീസ് ഉണ്ടാവണം. എന്നാ പിന്നെ അച്ഛൻ ഇറങ്ങട്ടെ മോളെ. ശരി അച്ഛാ. എടാ മോനെ പോട്ടടാ. കരയാതെടാ മോനെ, കരയാതെ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. അച്ഛൻ ആളാകെ അങ്ങ് മാറി. എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എനിക്കിപ്പോഴും അതിശയം തോന്നുന്നില്ല. അച്ഛൻ നാട്ടിലില്ലാത്തപ്പോ മോന്റെ ചോറൂണ് നടത്തേണ്ട കടമ സാറിനല്ലേ? എന്തിനാ കരയുന്നേ? ഇവിടെ നടക്കുന്നല്ലോ നീ അറിയുന്നുണ്ടോ? അയ്യേ കരയില്ലേ, ചോറിനാൻ പോവാ. കരയാതരോ. അമ്മ പാല് തരാട്ടോ.
വാ. ജയന്തി ഓഫീസിൽ പോയിട്ടുണ്ടാവുന്ന കരുതിയത്. പോകുന്ന വഴിക്ക് ഒന്ന് കയറി നോക്കാന്ന് വെച്ചു. എന്താ വിശേഷിച്ച്? എന്ത് വിശേഷം? ഞാൻ ഒറ്റപ്പെട്ടു. ചേട്ടന് മുമ്പും എന്റെ കാര്യത്തിലൊരു താല്പര്യമില്ല. ആകെ ഉണ്ടായിരുന്നത് ശബരിയ. ഇപ്പൊ അവനും കൂടെയില്ല. മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ഇപ്പൊ ഞാനാ. പിന്നെ ഇന്നലെ വിശ്വേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒഫീഷ്യലായിട്ട് എന്തോ ആവശ്യത്തിന് മൂന്നാറിലേക്ക് പോയതാ. ഇന്ന് വൈകിട്ട് തിരിച്ചെത്തും. അപ്പോ ചേട്ടനും വൈകിട്ടെത്തും. കേട്ട സ്ഥലത്തില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞത് എറണാകുളത്തേക്ക് പോകുന്നെന്നാ. രണ്ടുപേരും ഒന്നിച്ച് ഒരേ സ്ഥലത്തേക്കാ പോയതെന്ന് ഇപ്പൊ മനസ്സിലായി. അതൊന്നും അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏട്ടൻ എന്തിനാ മൂന്നാറിൽ പോകുന്നേ? ജയന്തി ഒന്നും അറിയുന്നില്ല. എന്തിനാ വിശ്വേട്ടൻ അടിക്കടി മൂന്നാറിൽ പോകുന്നത്? ഇവിടുത്തെ SP ആയ ആൾക്ക് മൂന്നാറിൽ എന്താ കാര്യം? അത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ജയന്തിക്കില്ലേ? അല്ല, ഗീത എന്താ പറഞ്ഞു വരുന്നത്? അവരളിയന്മാരിങ്ങനെ ഓടുന്നതേ അർച്ചനെ കുഞ്ഞിനെ കണ്ടുപിടിക്കാനാ. അർച്ചന മൂന്നാറിൽ എവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് അവർക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. രാജപ്പനൊരു ലോറി ഡ്രൈവറല്ലേ? അവിടെ അയാൾക്ക് പരിചയക്കാരുണ്ട്. ഏതോ തേയില കമ്പനിയുടെ ലയത്തില് അവളുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാ ഈ പാച്ചിൽ. ഇനിയെങ്കിലും ആ പെണ്ണിനെ അതിന്റെ വഴിക്ക് വിടാൻ ജയന്തി വിശ്വേട്ടനോടൊന്ന് പറ. ഈ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കുന്നത് അനന്തരാവകാശികളാവും. അല്ലെങ്കിൽ തന്നെ സുധിക്കൊരു പെണ്ണിലൊരു കുഞ്ഞുണ്ടായെന്ന് കരുതി ഇത്രയും ഉത്കണ്ഠപ്പെടേണ്ട എന്ത് കാര്യമുള്ളൂ? നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ ഇത്. വിശ്വേട്ടൻ അടിക്കടി മൂന്നാറിൽ പോകുന്നുണ്ട്. ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഗീതേ. ജയന്തി പലതും അറിയാതെ പോയതുകൊണ്ടാ ഞാൻ ഈ വേദനകളൊക്കെ അനുഭവിക്കുന്നത്. അയ്യോ, വാടവണേ, എന്തിനാ ഈ കരയുന്നേ? എന്തിനാ വാവേ കരയുന്നേ? നിന്റെ അമ്മയല്ലേ വന്നെടുത്തേ? കരയണ്ട കേട്ടോ. ഓ, ആ ആലിസെ, മോനിപ്പോഴാ ഉണർന്നത്. എണീറ്റ് കരയുന്നത് കണ്ടില്ലേ, കള്ളച്ചക്കൻ. ദേ, നിന്റെ ആലിസമ്മ വന്നടാ. ഓ വാ വാ വാ. എന്റെ മോനെ പറ്റി വെറുതെ ഒന്നും പറയല്ലേ. അമ്മയോട് വഴക്കൊന്ന് പറയട ചക്കരെ. ഇവന്റെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് അപ്പോഴ അങ്ങനെ തോന്നിയത്. അല്ലേലും ആലിസമ്മയും മോനും ഒറ്റക്കെട്ടല്ലേ, ഞാൻ മാത്രം വേറെ. ഓ ഓ കരയണ്ട കരയണ്ട, കുറച്ചുകൂടി ഇറങ്ങാം. ഓ വേണ്ട വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ കരയല്ലേ. ഓ ഓ ഓ ഓ ഓ. കരച്ചിൽ നിന്നല്ലോ. അല്ലേലും അവന് കൂറ ആലിസമ്മയോടാ. അങ്ങനൊന്നും ഇല്ല മാഡം, ഞാൻ ഉടനെ പോവില്ലേ. ആനി അല്പം മുമ്പ് വിളിച്ചിരുന്നു. എന്താ വിശേഷിച്ച്? ജോലിക്കുള്ള അഡ്വൈസ് മെമ്മോ വന്നൂന്ന് അവൾ പറഞ്ഞു. സത്യമാണോ ആലിസ് പറയുന്നത്? അതെ മാഡം, വൈകാതെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരും. അപ്പൊ ആലിസ് ഉടനെ പോവല്ലേ? മാഡത്തെയും മോനെയും പിരിഞ്ഞു പോവാൻ മനസ്സനുവദിക്കുന്നില്ല. എന്റെ സ്വന്തം മോനെ പോലെയല്ലേ ഞാനിവനെ കണ്ടത്. പക്ഷേ ഒരു ജോലി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ മാഡം? ആ, പിന്നെ സുധി സാറ് വന്ന നിങ്ങൾ തിരിച്ചു പോവില്ലേ? ആലിസിനോട് ഇവിടെ നിന്ന് പോരുതെന്ന് പറയാൻ എനിക്കെന്ത് അവകാശമുള്ളത്? ജീവിതത്തിൽ എന്തിനേക്കാളും വലുത് ഒരു ജോലി തന്നെയാണ്. ആലിസിന്റെ പ്രാരാബ്ദങ്ങളും എനിക്കറിയാം. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നാൽ ആലിസ് ജോയിൻ ചെയ്യണം. എന്നും മറ്റൊരു വീട്ടിൽ കഴിയേണ്ടവളല്ല ആലിസ്. മാഡത്തിന്റെ നല്ല മനസ്സെനിക്കറിയാം. എന്റെ സ്വാർത്ഥത കൊണ്ട് പറയുന്നതല്ല ആലിസെ. സുധി വരുന്നതിനു മുമ്പ് ആലിസിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട് എനിക്ക്. എനിക്കും അങ്ങനൊരു പ്രാർത്ഥനയുണ്ട് മാഡം. ഇവിടുന്ന് പോയാലും എന്റെ മനസ്സിൽ നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. സുധി വരുന്നതിനു മുമ്പ് ആലിസിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട് എനിക്ക്.
എനിക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് മാഡം. ഇവിടുന്ന് പോയാലും എൻ്റെ മനസ്സിൽ നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. ജീവിതത്തിൽ ഇത്രത്തോളം മനസുഖവും സന്തോഷവും വേറെ എവിടെ നിന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇനി അതുണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ജോലിയും കുടുംബവും ഒക്കെ ആവുമ്പോ ആലിസ് ഞങ്ങളെയൊക്കെ മറക്കില്ലേ? എനിക്കൊരു കുടുംബവും അങ്ങനെയൊന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല മാഡം. അതെന്താ? എൻ്റെ കഥകളൊക്കെ മാഡത്തോട് പറഞ്ഞ പെട്ടെന്നൊന്നും തീരുന്നതല്ലത്. ആദ്യം അനിയത്തിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. ആലിസേ, ആലിസ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യം. അതിനൊരു മനസ്സുണ്ടാവണ്ടേ? അത്തരം സാഹചര്യമൊന്നുമല്ല എൻ്റേത്. എന്നാ പിന്നെ ഞാൻ കിച്ചണിലോട്ട് ചെല്ലട്ടെ. നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഞാൻ ലീവ് എടുത്തു പോന്നു. അതെന്താ, നിനക്ക് സുഖമില്ലേ? നിങ്ങളെന്തിനാ എൻ്റെ കാര്യങ്ങൾ അറിയുന്നേ? ഇന്നലെ രാത്രി ഈ വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു. വെളുക്കുവോളം പനിച്ചു വിറച്ചു കിടന്നു. മരിച്ചു പോയെങ്കിൽ എന്ന് വരെ പ്രാർത്ഥിച്ചതാ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ആ ലക്ഷ്മിയുടെ മോളെ കൂട്ടിന് വിളിക്കായിരുന്നില്ലേ? എന്തിനു ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം? ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യത്തിനല്ലേ ഞാൻ പോയത്. എന്ത് കാര്യം? എന്താ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം? വിശ്വന്റെ കൂടെ നിങ്ങൾ പോയതെന്ന് എനിക്കറിയാം. പോയത് അർച്ചനയെ കണ്ടുപിടിച്ച് കൊന്നുകളയാൻ മൂന്നാറിലേക്കാണെന്നും അറിയാം. അല്ലെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ? അനാവശ്യം പറയരുത്. ഞാൻ മൂന്നാറിലേക്കൊന്നും പോയിട്ടില്ല. നാണമില്ലേ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ? നിങ്ങൾക്കൊരു കുടുംബമില്ലേ? ഒരു മകനില്ലേ? അവനിപ്പോ എവിടെയുണ്ട്? ഓർത്തിട്ടുണ്ടോ നിങ്ങള്? അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യില്? ഒരു പാവം പെണ്ണിനോട് ചെയ്തതൊന്നും പോരാഞ്ഞിട്ട് അവളുടെ ജീവനെടുക്കാൻ നടക്കുന്നു. നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ കുടുംബമല്ലെന്ന് എന്നേ ഞാൻ തിരിച്ചറിഞ്ഞതാ. പെങ്ങളുടെ അളിയന്റെ കൂടെ വാലാട്ടി നിൽക്കാനേ നിങ്ങൾ ശീലിച്ചിട്ടുള്ളൂ. ഒച്ചയെടുക്കണ്ട, എനിക്ക് മതിയായി. എന്റെ മോനെന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങിയേനെ. അവന്റെ വിളിക്കായി കാത്തിരിക്കാൻ ഞാൻ. പിന്നെ നിങ്ങൾക്ക് താമസം പെരുമ്പടപ്പിലേക്ക് മാറ്റാം. ആലീസ് എന്നാ മടങ്ങിപ്പോകുന്നത്? അഡ്വൈസ് മെമ്മോ വന്നിട്ടേ ഉള്ളൂ. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ഒക്കെ ആവുമ്പം താമസിയാതെ അപ്പോയിന്റ്മെന്റും ഉണ്ടാവും. 100-ന് താഴെയാണത്ര റാങ്ക്. എന്നാലും 1-2 മാസം കൂടി അവൾ അവിടെ ഉണ്ടാവില്ലേ? എനിക്കതേപ്പറ്റിയൊന്നും അറിയില്ല സുധി. പിന്നെ ആകാശ് എന്നെ വിടാതെ പിടിച്ചു നിർത്താൻ ഒരു കാരണമുണ്ട്. എന്താ സുധി? നമ്മളെ ഇവിടേക്ക് കൊണ്ടുവരാൻ അവൻ ആഗ്രഹിക്കുന്നതും മറ്റൊരു ലക്ഷ്യം വെച്ച. അതെന്താ? എന്നെക്കൊണ്ട് കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യിക്കാനാ അവന്റെ ശ്രമം. സുധി എന്താ ഈ പറയുന്നേ? അവിടെ ഏതെങ്കിലും ഒരു കമ്പനി പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കെന്ത് നേട്ടം? ഇവിടെ ഒരു ബിസിനസ്സുകാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ നേട്ടേ ഉള്ളൂ. എന്റെ ഉയർച്ചയിൽ കവിഞ്ഞ് ആകാശിന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല നിരഞ്ജന. സുധി ഇത് വീട്ടിൽ വിളിച്ച് സംസാരിച്ചോ? ഇല്ല. പക്ഷേ ആകാശ് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. ഒരു ബ്രിട്ടീഷ് കമ്പനിയാ. എന്നെ കൂടി പാർട്ണറാക്കാനാ ആകാശ് താല്പര്യപ്പെടുന്നത്. ആകാശ് എന്നെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് അതിനായിരുന്നല്ലേ? എന്തായാലും പണം കണ്ടെത്താൻ എനിക്കൊരു മടങ്ങിവരവ് ഉണ്ടാവും. ആലീസ് പോകുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കാം. നേരം വൈകിയില്ലേ? താൻ വെച്ചു. ഗുഡ് നൈറ്റ് നിരഞ്ജന. ശരി സുധി, ഗുഡ് നൈറ്റ്. താൻ എപ്പോഴും ഫോണിലാണല്ലോടാ സുധി. എന്താ നിരഞ്ജനയുടെയും മോന്റെ വിശേഷങ്ങൾ? അത് പിന്നെ എല്ലാവർക്കും സുഖം തന്നെ ആകാശ്. പിന്നെ എന്താ തനിക്കൊരു മൂഡ് ഔട്ട്? ഒന്നുമില്ലടാ. നമ്മുടെ ബിസിനസ് പാർട്ണർഷിപ്പിന്റെ കാര്യമൊക്കെ ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. അതിലെന്താ എത്ര ആലോചിക്കാനും മൂഡ് ഓഫ് ആവാനും? നമ്മൾ അതിന്റെ എല്ലാം തീരുമാനങ്ങൾ എടുത്തതല്ലേ. നീ ധൈര്യമായിരിക്കും. ആ, ഞാൻ പോകുന്ന വഴിക്കൊന്ന് കേറിയെന്നേ ഉള്ളൂ.
നേരം ഒത്തിരി വഴുകി. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സത്യം പറ വിശ്വേട്ടാ, ഗീത വന്ന് എന്തെങ്കിലും പറയുന്നതും കേട്ട് കാര്യമറിയാതെ നീ എന്നോട് വഴക്കിന് വരരുത്. വിശ്വേട്ടന്റെ കൂടെ ഏട്ടനുണ്ടായിരുന്നോ ഇല്ലയോ, അതാ എനിക്കറിയേണ്ടത്. ആ, നടരാജൻ എന്തിന് എന്റെ ഒഫീഷ്യൽ മീറ്റിംഗിന് പങ്കെടുക്കണം? ഞാൻ റോസറി ബംഗ്ലാവിൽ പോയതല്ലേ. നടരാജനെ ഹോട്ടലിൽ താമസിപ്പിച്ചിട്ട് ഞാൻ റോസറി ബംഗ്ലാവിൽ പോയി താമസിക്കും. നടരാജൻ അറിയാത്ത എന്ത് രഹസ്യമാ നിരഞ്ജനയ്ക്ക് സ്തുതിക്കുമുള്ളത്? ആ, അവളോടെല്ലാം പറഞ്ഞെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? ശബരി പോയത് മുതല് ഗീത നടരാജനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവൾക്ക് നമ്മളൊക്കെ ഇപ്പൊ ശത്രുക്കളാ. ഞാൻ അവളെ ഒരിക്കലും കുറ്റം പറയില്ല. ഒന്നെനിക്കറിയാം, വിശ്വേട്ടൻ ഇപ്പോഴും അർച്ചനയുടെ പിന്നാലെ ഉണ്ടെന്ന്. അതവളെ കൊല്ലാനോ തിന്നാനോ ഒന്നും അല്ല, ഒരു മുൻകരുതൽ. അതെന്റെ മരണം വരെ ഉണ്ടാവും. നീ അത് വിട്. അർച്ചനയെ ഞാൻ ഉപദ്രവിക്കില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ടല്ലോ, അതുപോലെ. ഒന്നുകൂടി വിശ്വേട്ടൻ അത് പറ, അവളെ ഒന്നും ചെയ്യില്ലെന്ന്. സത്യം. ഇനി അർച്ചനയെ ദ്രോഹിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഈ വാക്ക് ഞാൻ പാലിക്കും ചെയ്തേ. നിനക്കെന്നെ വിശ്വസിക്കാം. എനിക്കത് കേട്ടാ മതി. ആ, പിന്നെ കുഞ്ഞിന്റെ ചോറൂണിന്റെ കാര്യം ഞാൻ പോരാൻ നേരം നിരഞ്ജനോട് സംസാരിച്ചു. സുധിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുക അവള്. അതുവരെ കാത്തിരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ 1-2 മാസം തള്ളി നീക്കിയാലും വേണ്ടില്ല. അതല്ല അതിന്റെ സ്ഥിതി. ആ, അത് നേരാ വിശ്വേട്ടാ. ഒരു നല്ല ദിവസം കണ്ടെത്തി നമുക്ക് ഗുരുവായൂർ വെച്ച് നടത്താം. സുധിയെ വിവരം അറിയിക്കണം. വരാൻ മനസ്സുണ്ടെങ്കിൽ അവൻ വരും. അവൻ വരില്ല. അവന്റെ കണ്ണിൽ അത് മറ്റൊരാളിന്റെ കുഞ്ഞല്ലേ. എന്നോട് ചെയ്ത പകരം വീട്ടിലായിരുന്നില്ലേ അത്? ആ, പിന്നെ ചോറൂണ് ആദ്യം ഗുരുവായൂർ വെച്ച് വേണ്ട. അവൻ വന്നിട്ട് അവിടെ അതാവാം. വിശ്വേട്ടൻ പിന്നെ എവിടെ വെച്ച് നടത്താനാ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ചോറൂണ് നടത്തിയിട്ടുള്ളത് കുടുംബക്ഷേത്രത്തിൽ വെച്ചാ. സുധിയുടെ ചോറൂണ് അവിടെ വെച്ചായിരുന്നു. ആ, ജയന്തി അത് മറന്നുപോയോ? മറന്നുപോയിട്ടൊന്നുമല്ല, പക്ഷേ. എന്ത് പക്ഷേ? സുധിയുടെ മോനല്ലേ. ഈ ചോറൂണും അവിടെ വെച്ച് വേണം നടത്താൻ. ആ പതിവ് തെറ്റിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ മറ്റൊന്നും ചിന്തിക്കണ്ട. വിശ്വേട്ടൻ നല്ലൊരു ദിവസം നോക്ക്. ആ, നീ കുറച്ച് തണുത്ത വെള്ളം എടുക്ക്. യാത്ര ചെയ്ത് വന്നതിന്റെ നല്ല ക്ഷീണമുണ്ട്. അതെ, അതിന് ചൂടുവെള്ളത്തിൽ കുളിക്കാ വേണ്ടത്, മദ്യസേവയല്ല. ഞാൻ പറഞ്ഞ അങ്ങോട്ട് അനുസരിക്കുക ജയന്തി. ചൈൽഡിഷ് ആയിട്ടാണ് സുധി ഇപ്പോൾ സംസാരിക്കുന്നത്. നാട്ടിൽ വൈഫും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മടങ്ങിയും പോകണമെന്ന് പറഞ്ഞ് ഞാൻ എന്താ അർത്ഥമാക്കേണ്ടത്? ഞാൻ സമ്മതിക്കുന്നു. ഒരാവേശത്തിന്റെ പുറത്ത് അന്ന് കയറി വരാൻ തോന്നി. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ബിസിനസ്സോ? അതിൽ നിന്ന് പിന്മാറാനാണോ സുധി ആലോചിക്കുന്നത്? ഓ, അത് പിന്നെ നിരഞ്ജനയ്ക്കും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കൊരു പാർട്ട്ണർ കിട്ടാത്തത് കൊണ്ടോ ഫണ്ടിന്റെ കുറവ് കൊണ്ടോ അല്ല സുധിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. നിന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട്. 10 തലമുറയ്ക്ക് ലാവിഷാ ജീവിക്കാനുള്ള സ്വത്ത് നിനക്കും നിരഞ്ജനയ്ക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് പണം സമ്പാദിക്കുന്ന മാർഗം മാത്രമല്ല സുധി. നമ്മൾ നമ്മുടേതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുകയാണ്. സുധി ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. കേരളത്തിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ചുമരനിടയിൽ ഒതുങ്ങി ജീവിതം കഴിച്ചു കൂട്ടേണ്ടവനല്ല താൻ. നമ്മുടെ ലോകം വിശാലമാണ് സുധി. ലൈഫിൽ ഒതുങ്ങി പോകരുതെന്നേ എനിക്ക് സുധിയോട് പറയാനുള്ളൂ. ആലോചിക്കാൻ എനിക്കിനി സമയം വേണം. സുധിക്ക് ഒരു ദോഷം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ട് തള്ളിക്കടന്ന് കളയില്ല ഞാൻ. എനിക്കതിന് കഴിയില്ല. അല്ല, ആകാശം എങ്ങനെയൊക്കെ പറയുന്നു? നിന്നെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. എങ്കിൽ ഈ പ്രോജക്റ്റുമായി നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. എന്നാ എൻ്റെ യാത്ര കഴിഞ്ഞ് വന്ന് നമുക്ക് കാണാം. 8:30 എൻ്റെ ഫ്ലൈറ്റ്. നീ നന്നായി ചിന്തിക്കും. എന്നിട്ട് പോസിറ്റീവായൊരു തീരുമാനമെടുക്കും. ഓക്കെ? ശരിടാ. ഓക്കെ, ഓക്കെ, പോയിട്ട് വാ. ബൈ.